പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ചിന്തക്കായിട്ട് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട, നമ്മൾ വളരെ പ്രത്യാശയോടെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനം, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലോട്ട് നമ്മൾ കയറുമ്പോൾ 21-ാം അധ്യായത്തിൽ ആ മന്ദിരമാകുന്ന ആ നിത്യഭവനം, ആർക്കും പൊളിക്കാൻ പറ്റാത്ത, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ആ നിത്യഭവനത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ അതിൻ്റെ പുറമേയുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്മോസിൽ വെച്ച് യോഹന്നാൻ കണ്ട ആത്മവിശുദ്ധയിലോട്ടായ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായങ്ങളടങ്ങുന്ന ആ നിത്യഭവനം, അതിൻ്റെ പുറമേയുള്ള മതിലുകളെക്കുറിച്ചുള്ള പണിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ദൂതൻ ദൈവത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നു. അവിടെയെല്ലാം മനോഹരമായ ആ പണിയെക്കുറിച്ച് 12 ഗോത്രങ്ങൾ, 12 അപ്പോസ്തലന്മാർ, അതിൻ്റെ മുത്തുകൾ, അതിൻ്റെ ഓരോ പണിയും ഈ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിലയേറിയ വിലപിടിപ്പുള്ള അമൂല്യമായ നിധികളെ കൊണ്ട് കർത്താവ് നിറച്ചിരിക്കുമ്പോൾ, പക്ഷേ അതിൻ്റെ അകത്തെ മന്ദിരം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഹല്ലേലൂയ, മന്ദിരം അതിൽ കണ്ടില്ല എന്ന്. അപ്പോൾ ബാക്കി പുറമെയുള്ള പണിയെക്കുറിച്ച്, അളവുകോലിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ നാഴികയെക്കുറിച്ച് ഒക്കെ ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാന് കാണിച്ചു കൊടുക്കുമ്പോൾ മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ ആ നിത്യഭവനത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ അതിൻ്റെ യജമാനൻ, അല്ലെങ്കിൽ അവകാശി, ഹല്ലേലൂയ, നമ്മുടെ കർത്താവും കർത്താവിൻ്റെ കുഞ്ഞാടും. ആമേൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്ന്. ആ ശരീരത്തെ കർത്താവ് കൊടുക്കേണ്ട വില കൊടുത്ത് കർത്താവിൻ്റേതാക്കി മാറ്റി. ഇനി നാം ഓരോരുത്തരും നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതല്ല, നാം താന്താങ്ങൾക്കുള്ളവരല്ല, മറിച്ച് നമ്മളിപ്പോൾ യേശുവിൻ്റെ ഗിഫ്റ്റായി നമ്മൾ മാറിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ശരീരമായത്. ഈ ശരീരത്തിലൂടെ വേണം ഒരു പ്രവൃത്തി ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ നമ്മളിലൂടെ വെളിപ്പെട്ട് അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലും പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധിയല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന്. ഇനി നാം ഓരോരുത്തരും നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള ശരീരമല്ല ഇത് ദൈവം വസിക്കുന്ന മന്ദിരം. ഈ മന്ദിരത്തിൽ നമുക്ക് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ശരീരത്തെ നമ്മളിലാക്കി വെച്ചിരിക്കുന്നു. ഒരു ശരീരത്തെ നമ്മളിലാക്കി വെച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, നമ്മൾ ചിന്തിക്കേണ്ടതായ, നമ്മളെല്ലാവരും പറഞ്ഞ സ്വർഗം നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണ്. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. സ്വർഗമാവുന്ന ഈ മന്ദിരം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങളുടെ ആലയം, ദൈവം വസിക്കുന്ന ഈ ശരീരത്തെ അനേകർക്ക് ഹല്ലേലൂയ അത് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു സൂപ്പർ നാച്ചുറലിനകത്തോട്ട്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.